നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് അറിയാലോ വിശേഷം എന്താന്നുള്ളത്. നമ്മുടെ കുഞ്ഞിയെ ചീമ 7ാം മാസം നമ്മൾ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പൊ കുഞ്ഞിക്ക് 3.5 മാസമായി. കുഞ്ഞിയെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോവാണ് സച്ചിന്റെ വീട്ടിലേക്ക്. പോയാലും എപ്പോഴും വരാം, കാണാം, എടുക്കാം, അതൊന്നും പ്രശ്നമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇന്നലെ കണ്ടല്ലോ സാരിയൊക്കെ എടുത്ത് റെഡിയായി വന്നു. വലിയ കമ്മലിട്ടപ്പോൾ എനിക്ക് ചേരുന്നില്ല, അതുകൊണ്ട് മാറ്റിയിട്ട് കുഞ്ഞ് ഇതിന് മാച്ച് ആവുന്നില്ല, അതുകൊണ്ട് അത് മാറ്റിയിട്ട് കുഞ്ഞാക്കി. ഞാൻ എൻ്റെ സാരി അടിപൊളിയെന്ന് അമ്മയും ചീമയും ഒക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഉടുത്തിട്ടും കൊള്ളില്ല, എൻ്റെ ഫുൾ മേക്ക് ഓവറും കൊള്ളില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറയില്ലേ, ഇതിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. കാരണം ഇനി നമ്മൾ ന്യൂ ലോഞ്ചിന് കലങ്കാരീസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കലങ്കാരി നല്ല ഡിമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഒരു ഉടുത്ത ഫോട്ടോ കാണിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കണം. ഏട്ടൻ വന്നാലേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. അപ്പൊ അതേ നമ്മുടെ കുഞ്ഞി പോവാൻ റെഡിയായി ഇരിക്കാണ്. കുഞ്ഞി പെണ്ണേ, നീന് പോവടി കണ്ണേ. വീഡിയോ എടുക്കുമ്പോ ഭയങ്കര ജാടയാണ്, ക്യാമറ തന്നെ നോക്കും. ചീമ പോവാണ്, അമ്മ ഡിപ്രഷനിലാണ്. വേദ പാസ്ത കഴിക്കുന്നു. അപ്പോ നിങ്ങളൊക്കെ റെഡിയായി വന്ന്. എന്താണ് സ്പെഷ്യൽ? മന്തി. അമ്മയ്ക്ക് ഒന്നും വയ്ക്കാൻ വയ്യ, എന്നിട്ടും ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വയ്ക്കാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അതിനെ മാറ്റി മന്തിയിലേക്ക് ആക്കി കേട്ടോ. അച്ചിയ വെജിറ്റേറിയനായ അച്ചിയ, ഞാൻ തലേ ദിവസത്തെ പഴങ്കഞ്ഞിയും പുളിശ്ശേരിയും കൂടെ കൂട്ടിക്കോളാന്ന്. പാവ. ആക്ച്വലി ഇതാട്ടോ നമ്മുടെ ലിനൻ കോട്ടൺ സാരിയുടെ ഫുൾ സൈസ് എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ മറന്നുപോയി. റീൽസിന് വേണ്ടി എടുത്തതാണ്, ഞാൻ ഇതിൽ കുത്തി കയറ്റിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ലിനൻ കോട്ടൺ സാരിയെ. ആദ്യം ഉടുത്തിരുന്നത് ലിനൻ കോട്ടൺ ആണ്, മൈക്കില്ല, അതുകൊണ്ട് ചിലപ്പോൾ വോയിസ്. ആദ്യം ഉടുത്തിരുന്നത് ലിനൻ കോട്ടൺ. അത് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് പ്യോർ കോട്ടണിലെ കലങ്കാരി സാരി ഉടുത്തേ. അപ്പൊ ഇതിന്റെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് കരുതി. അപ്പോ ഇതാണോ മറ്റേ സാരിയാണ്? രണ്ട് സാരി നല്ല സാരി. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ സാരി. ഇത് കോട്ടൺ ആണ്, കുറച്ച് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പ്. മറ്റത് ലിനൻ കോട്ടൺ ആണ്. അപ്പോ ഇനിയിപ്പോ അവരിപ്പോ വരും കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ കരുതി വേറെ തയ്ക്കാന്നായിരുന്നു. സോ ഗൈസ്, ഇതാണ് എൻ്റെ സാരി. മറ്റേ സാരി ഞാൻ മാറ്റി കേട്ടോ. അത് ഇനി ഒന്നുകൂടെ എടുത്ത് കൊടുക്കണം, അതുകൊണ്ട് പിന്നെ അത് മാറ്റി ഇതിലേക്ക് ആയി കേട്ടോ. എനിക്കതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട സാരി. യെല്ലോ കളറും ഒക്കെ ആയിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഇതും നല്ല സാരിയാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ആരും റെഡി ആയിട്ടില്ല, ഞാൻ മാത്രമാണ് ഉത്തരവാദിത്തമുള്ളത്. രാവിലെ 8 മണിക്ക് ഞാൻ റെഡിയായി. ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 8 മണിയായപ്പോൾ റെഡിയായി. എല്ലാവരും ചീമൊക്കെ താ നിൽക്കുന്നതേ ഉള്ളൂ, കുഞ്ഞു ഉറക്കാം. അപ്പൊ അവരിപ്പോ വരും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിന്ന് ഉച്ചയ്ക്ക് മന്തിയാണ് എല്ലാവർക്കും കൂടി കഴിക്കാൻ വാങ്ങുന്നത്. സച്ചിന്റെ വീട്ടിൽ നിന്ന് അവര് മാത്രം, നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പോർട്ടർ ആപ്പ് വഴി വരുത്തിക്കാന്നാണ് കരുതിയത്. പക്ഷെ ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് കടകളൊന്നും ഇത്രയും സമയമായിട്ട് ഓപ്പൺ ആയിട്ടില്ല. വിളിച്ചിട്ടും കിട്ടുന്നില്ല, അതുകൊണ്ട് എനിക്കൊരു പേടി. അപ്പൊ പിന്നെ എന്തായാലും പോവാന്നിട്ട് ഞാനും ഏട്ടനും കൂടി ഇറങ്ങി കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ടാവാം റോഡ് വലിയ തിരക്കില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. വെയിൽ കേട്ടോ, ഭയങ്കര വെയിൽ, അതുകൊണ്ടാണ് കാർ കൊടുത്ത് ഇറങ്ങിയത്. ഇന്നലത്തെ മഴ കണ്ടപ്പോൾ കരുതി ഇന്ന് മഴയായിരിക്കും, വെയിലേ കാണില്ല. എങ്ങനെയും കൊച്ചിനെയും വിളിച്ചോണ്ട് പോകുമ്പോൾ മഴയത്തെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇന്ന് മഴയുടെ പോലും ഇല്ല, വെയില്. ഏട്ടാ, ഞാൻ മീൻമുട്ട കിട്ടുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ച്. എനിക്ക് നമ്മുടെ ഒരു സുഹൃത്ത്, യൂട്യൂബ് സുഹൃത്ത് അല്ല ഫേസ്ബുക്ക് സുഹൃത്താണെന്ന് തോന്നുന്നു, ഒരു വീഡിയോ അയച്ചു തന്നെ. നമ്മൾ പോണ വഴിക്ക്, നമ്മൾ ഈ വിഴിഞ്ഞത്തൊക്കെ പോണ വഴിക്കുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെ പോയത്, അപ്പൊ ഏട്ടൻ കാണിച്ചു തന്നൊരു ചന്ത അവിടെ ഉണ്ടെന്ന്. വൈകുന്നേരം ചന്തയാണ്, എന്താ മീൻമുട്ട മാർക്കറ്റ് എന്ന് പറഞ്ഞാണ് ആ വീഡിയോ എനിക്ക് അയച്ചു തന്നത്. അവിടെ പോവാം. ഇന്ന് കാണൂല, നാളെ എങ്ങനെ വൈകിട്ട് പോയാൽ കിട്ടും. നാളെയൊക്കെ എനിക്ക് ഒരുപാട് പണിയുണ്ട്. ഞായറാഴ്ചയാണ്, മന്തി മനസ്സിലുണ്ടാ. ക്ലോസ്ഡ്, വിൽ ബി ഓപ്പൺ 12:30. അൽഫാം മന്തി വാങ്ങിക്കാം. മട്ടൻ മന്തി, പെരി പെരി മന്തി, സ്പൈസി മന്തി. ഈ ചിക്കൻ മന്തി ഷവായി ആണോ അതോ നോർമൽ ആണോ? ഷവായി പോലത്തെ അല്ലല്ലേ? ഇതിന്റെ സ്പൈസി ആണ് എന്റെ. ഓക്കെ ഓക്കെ. 2 ഫുൾ മന്തി വേണേ, അൽഫാം. പിന്നെ ഫുൾ അൽഫാം റൈസ് ഇല്ലാതെ ഒരു ഫുൾ. ഒരു 10-15 മിനിറ്റ് കൂടെ കഴിയും ബില്ല് ചെയ്ത് വാങ്ങിയ. അച്ഛൻ മന്തി ഒന്നും കഴിക്കില്ല,
അച്ഛൻ വെജിറ്റേറിയൻ, ചിക്കൻ കഴിക്കാത്ത, അതായത് മീറ്റ് ഐറ്റംസ് കഴിക്കാത്ത വെജിറ്റേറിയൻ, ഫിഷും എഗ്ഗും ഒക്കെ കഴിക്കും. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ കടയുണ്ട്, അവിടെ നിന്ന് ഊണ് വാങ്ങാൻ തരും അച്ഛന് മാത്രമായിട്ട്. അച്ഛന് ഇവിടെ എൻ്റെ മൈക്കോട്ടെ, അച്ഛനിവിടെ ബിരിയാണി നോക്കി, അല്ല ഊണ് നോക്കിയപ്പോൾ ഇല്ല, ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ അമ്മ വീട് റെസ്റ്റോറൻറ്റ്, നമ്മുടെ കിഷോറേട്ടൻ്റെ. നമ്മൾ ഒരിക്കൽ വന്ന് ഇവിടെ കഴിച്ചിട്ടുണ്ട്. അച്ഛനും അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. പിന്നെ വീണ്ടും താമസിക്കും. സച്ചിനൊക്കെ അവിടെ എത്തും. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവർ നെട്ടയത്ത് അങ്ങോട്ട് പോകണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങാമെന്നും പറഞ്ഞ് നോക്കി നിന്നപ്പോഴാണ് അയ്യോ ഇവിടെ അടുത്തല്ലേ കിഷോറേട്ടൻ്റെ കട, ഇവിടെ കയറാമെന്നും പറഞ്ഞ് പതിവാണ്. കട ഉണ്ടോയെന്ന് അറിയില്ല ഇന്ന് ഞായറാഴ്ചയായിട്ട്. വേണ്ട, അമ്മ വീടെന്ന് എഴുതിക്കണ കാണും. ഭയങ്കര തിരക്കുള്ള കടയായിട്ട് അങ്ങനെ ഞായറാഴ്ചയായിട്ട് ഉപയോഗിക്കും. കിഷോറേട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വരാനും പറ്റില്ല, ചലവറയായിട്ട് നിൽക്കും. നമ്മൾ ഓട്ടോഗ്രാഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമ്മ വീട്ടിലേക്ക് ചെന്നപ്പോൾ ദേണ്ടടാ നിൽക്കുന്നു നമ്മുടെ കിഷോറേട്ടൻ. അങ്ങനെ കിഷോറേട്ടൻ ഒരുപാട് നാളിന് ശേഷം, ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷം മുന്നേ ഉള്ള ആത്മാ മീറ്റിങ്ങിൽ ഞാൻ കിഷോറേട്ടനെ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോഴാണ് കിഷോറേട്ടനെ കാണുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം നമ്മളിവിടെ അമ്മ വീട്ടിൽ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിഷോറേട്ടൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കിഷോറേട്ടനോട് ഒരുപാട് നാളിങ്ങനെ അന്ന് ആത്മയുടെ മീറ്റിങ്ങിൽ ജസ്റ്റ് കണ്ട് ഹായ് ഹലോ പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ഒരുപാട് സംസാരിക്കാനൊന്നും നേരം കിട്ടിയില്ല. ചേട്ടൻ എന്തോ തിരക്കായിട്ടൊക്കെ വന്നിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നങ്ങനെ ഒരുപാട് നാളിന് ശേഷം കണ്ടപ്പോൾ ചേട്ടൻ ഭയങ്കര എക്സൈറ്റഡായി, നമ്മളും ഭയങ്കര എക്സൈറ്റഡായി. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. നീ മന്തി വാങ്ങിക്കാൻ പോവാണോ, നീ ഇവിടെ നിന്നൊന്നും കഴിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ കഴിക്കാനായിട്ട് പിന്നീട് ഒരു ദിവസം വരാം. അന്ന് ചേട്ടൻ പറയും നീ ഒന്ന് ഇറങ്ങി തരൂ ഇവിടെ നിന്ന് എന്ന് ചോദിക്കേണ്ട ഇത് വരും. വായോ എന്ന് പറഞ്ഞു. പിന്നെ ചേട്ടന് അമരവിള ഒരു അമ്മ വീടിൻ്റെ അത് ഷാപ്പ് വരുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. പിന്നെ ചങ്ങനാശ്ശേരിയിലോ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം സംസാരിച്ചേ. സത്യം പറഞ്ഞാൽ സമയം ഉണ്ടായിരുന്നില്ല, ഒരുപാട് നേരമൊന്നും സംസാരിച്ചില്ല. ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് അവിടെ നിന്ന് കാര്യമൊക്കെ സംസാരിച്ചു. കാരണം നമുക്ക് അവിടെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അവർ സച്ചിൻ്റെ ഫാമിലി അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ 2-3 മണിക്ക് വീട്ടിൽ കയറണം, 2:30-ക്കെങ്കിലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണ്ടേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോകണം. അതുകൊണ്ട് ചേട്ടാ സമയമില്ല, പെട്ടെന്ന് പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടൻ തന്നെ കറികളും ഒക്കെ കോരി എടുത്തൊക്കെ തരികയാണ് കേട്ടോ. മീൻ കറികളും അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ മന്തി വേണ്ടായിരുന്നു, ഇതിലേതെങ്കിലും മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി കേട്ടോ. പിന്നെ ബിരിയാണി മോൾക്ക് തന്നു വിടട്ടെ, അത് തന്നു വിടട്ടെ, ഇത് തന്നു വിടട്ടെ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹം കേട്ടോ. ചേട്ടൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. കിച്ചണിലൊക്കെ അതിഗംഭീരമായിട്ട് പണികൾ നടക്കുകയാണ്. 12 മണി സമയമാണ് 12:30 സമയമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ തിരക്കിനിടയിലും ചേട്ടൻ നമ്മുടെ കാര്യങ്ങളൊക്കെ, നമ്മൾ വന്നതിൻ്റെ സന്തോഷത്തിൽ നമുക്കുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ പാക്ക് ചെയ്തൊക്കെ തരുന്നുണ്ട്. അപ്പോൾ സന്തോഷം തോന്നിയുണ്ടോ. അത്യാവശ്യം നല്ല തിരക്ക് കടയിലുണ്ട്. അപ്പോൾ എന്തായാലും കിഷോറേട്ടനെ കണ്ടിട്ട് സാധനം വാങ്ങി നമ്മൾ ഇറങ്ങി. അങ്ങനെ കിഷോറേട്ടൻ്റെ കടയിൽ കയറി സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങിയപ്പോൾ മന്തി റെഡി. എന്നാൽ ആദ്യമേ ഓർത്തില്ല. അവിടെ കുറച്ച് സമയം ഇരുന്നപ്പോഴാണ് കിഷോറേട്ടൻ്റെ കടയിൽ ആരും ഓർത്തത്. അച്ഛനും ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അച്ഛന് മീൻകറി എന്തൊക്കെയോ പഴയ ഒരു സ്നേഹം കൊണ്ട് അങ്ങേ നമ്മളോട് സ്നേഹം തന്നെ അങ്ങേർക്ക് കൊണ്ട് കൊടുന്നും പറഞ്ഞു. നമ്മള് വണ്ടിപ്പെരിയാർ ഒരു ഗോസ്റ്റ് ഹൗസ് ഷൂട്ട് ചെയ്തപ്പോഴാണ് കിഷോറേട്ടൻ ആ ഒരു ഇതിലാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ഇതിലാണ് പോർഷനിലാണ് നമ്മൾ ട്രിപ്പ് പോകണം. അവിടെ ഒരു ഗോസ്റ്റ് ഹൗസ് അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം. ഓട്ടോഗ്രാഫിന്റെ സ്ഥിരം വ്യൂവേഴ്സാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് അറിയാം. അപ്പൊ അത് അറിയായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ആയിരുന്നു കിഷോറേട്ടൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വണ്ടിപ്പെരിയാർ വെച്ചായിരുന്നു ഷൂട്ട്. എന്നും വൈകുന്നേരം ആകുമ്പോൾ അന്നേ കിഷോറേട്ടന് ഫുഡിൻ്റെ കൂടെ ഭയങ്കര ഒരു തരം. അത് കഴിഞ്ഞാണ് ചേട്ടൻ ഈ നാവിലെ രുചിയും ഷാപ്പിലെ കറിയും. അല്ല അതിന് ശേഷമാണെന്ന് തോന്നുന്നു. എന്തോ ചേട്ടൻ ചെയ്യണേന്ന് തോന്നുന്നു. അപ്പോഴേ ചെയ്തുകൊണ്ടിരിക്കണല്ലേ. എന്നും വൈകുന്നേരം ആകുമ്പം കപ്പ പുഴുങ്ങല്, അതിനോട് ഇറച്ചി ലൊക്കേഷനിൽ വാങ്ങിച്ച് ചേട്ടൻ തന്നെ വയ്ക്കും. കപ്പ, ഏത്തങ്ക, അങ്ങനെ ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ച് ഇറച്ചിയും എന്തൊക്കെയോ വാങ്ങിച്ചിങ്ങനെ വയ്ക്കുമായിരുന്നു കേട്ടോ. അന്നേ ഭയങ്കര ഇതാണ്. അത്രമാത്രം ചേട്ടനായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ ആ സ്നേഹം ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ കറികളെല്ലാം കോരി കൊണ്ടുപോയി അങ്ങർക്ക് കൊണ്ടുപോയി കൊടു. അപ്പൊ അച്ഛനാണ് എൻ്റെ കൂടെ ലൊക്കേഷനിൽ വരുന്നത്. അപ്പൊ അങ്ങനെ അച്ഛനെയൊക്കെ അറിയാം. ഏട്ടനോടെയൊക്കെ നമ്മളെക്കാട്ടി കാര്യം ഏട്ടൻ, അവര് വേറൊരു ടീമല്ലേ, അവരായിട്ട് ഭയങ്കര കൂട്ടാണ്. അങ്ങനെ അതേ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും അവരെല്ലാവരും വന്നിട്ടുണ്ട്. മീനാക്ഷി ആൻറ്റി, അങ്കിള് എല്ലാവരും വന്നിട്ടുണ്ട്. ചീമ റെഡി ആയില്ല. കുഞ്ഞി വീണ്ടും, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിക്ക് ഡയപ്പറൊന്നും നമ്മൾ വയ്ക്കാറില്ല. പുറത്തോട്ട് പോകുമ്പോൾ മാത്രം റാഷസ് ക്രീം യൂസ് ചെയ്തിട്ട് ഡയപ്പർ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ക്ലോത്ത് ഡയപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവൾ യൂറിനൊക്കെ പാസ് ചെയ്യുമ്പം ഫുൾ നമ്മുടെ ദേഹത്തൊക്കെ ആവും കേട്ടോ, നമ്മൾ എടുത്ത് വെച്ചേക്കുമ്പോഴാണ് ഒഴിക്കുന്നതെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ചീമ പറഞ്ഞ് ഞാൻ ഇനി ഡ്രസ്സ് മാറ്റിയാൽ എത്ര പ്രാവശ്യം ഞാൻ ഡ്രസ്സ് മാറ്റേണ്ടി വരും, അതുകൊണ്ട് പോവാൻ സമയം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചീമ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല.
അറിയില്ല. അതിനിടയ്ക്ക് ഒരു സംഭവം നടന്നത്, ഞാൻ പോയിട്ട് വന്നപ്പോൾ കാണാം അമ്മ എൻ്റെ കലങ്കാരി, ഞാൻ ലിനൻ കോട്ടണിൽ ആദ്യം കൊടുത്തിരുന്നത്, ആ ലിനൻ കോട്ടണിലെ കലങ്കാരി സാരിയൊക്കെ ചുറ്റി അങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, ഞാനങ്ങ് എടുക്കുകയാണെന്നും പറഞ്ഞ് അതും ചുറ്റി അങ്ങ് നിൽക്കുക കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാനന്ന് ഗിഫ്റ്റ് കൊടുത്ത കറുത്ത സാരി എടുത്തുകൊണ്ടുവന്ന് ഏത് ബ്ലൗസ് വേണമെന്നൊക്കെ ചോദിച്ച് നിൽക്കുന്നത് കണ്ടു. തിരിച്ചു വന്നപ്പോൾ അതേ എൻ്റെ കലങ്കാരി എടുത്ത് നിൽക്കുക കേട്ടോ. നമ്മളിന്ന് പോവാ പുതിയ വീട്ടിൽ നമ്മളിന്ന് താമസത്തിന് പോവാ. ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഫ്രോക്കാണ് പിന്നിന്. ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഫ്രോക്കാണ്. ഇട്ടോണ്ട് പോകാൻ വേറെ ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിച്ചു. മീനാക്ഷി ആന്റി, അങ്കിള്, സച്ചിൻ, ജിത്തു. സച്ചിനൊക്കെ പോയി. സച്ചിൻ, ജിത്തു വണ്ണം വെച്ചെന്ന് തോന്നുന്നു. എണീറ്റ് പോണോക്കെ, എണീറ്റ് പോവും. കിടക്കൂല. ആരാ നോക്കിയടാ കാര്യം പറയണത്? അങ്ങനെ ദേ നമ്മുടെ മന്തിയൊക്കെ പൊട്ടിച്ച് പ്ലേറ്റിലൊക്കെ ആക്കി. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ 1 മണിയായി കേട്ടോ. 12:30 അവിടെ നിന്ന് സാധനം വാങ്ങി. 12:30 കഴിഞ്ഞു, 12:45 അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് 1 മണിയായപ്പോൾ വീടെത്തി. പിന്നെ അവർ കഴിക്കണം, നമ്മൾ കഴിക്കണം. നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ കറക്റ്റ് സമയമാവും കേട്ടോ. 3 മണിക്ക് മുന്നേ അവരുടെ വീട്ടിലുള്ളിൽ കയറണം. അപ്പോൾ ഒരു 2:30 നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം. 1 മണി സമയമായിട്ടുണ്ട്. അവർ കഴിച്ചിറങ്ങുമ്പോൾ 1/2 മണിക്കൂർ, നമ്മൾ കഴിച്ചിറങ്ങുമ്പോൾ 1/2 മണിക്കൂർ. പിന്നെ ചീമ കുഞ്ഞിയൊക്കെ റെഡിയായി വരുമ്പോൾ വീണ്ടും സമയം താമസിക്കും. അപ്പം നമ്മൾ വന്ന പാടെ തന്നെ മന്തിയൊക്കെ വിളമ്പാണ്. പിന്നെ മന്തി ആയതുകൊണ്ട് വലിയ വിളമ്പലും കാര്യങ്ങളൊന്നുമില്ല. വലിയൊരു പാത്രം എടുത്തു, അതിലേക്ക് റൈസും തട്ടി ചിക്കൻ പീസും വെച്ചു. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് തന്നെ കഴിക്കും. നമ്മൾ വിളമ്പി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മറ്റേ സദ്യയൊക്കെ ആകുമ്പോൾ വിളമ്പാൻ ഒരാൾ വേണം, എടുക്കാൻ ഒരാൾ വേണം. അമ്മയ്ക്ക് ഒട്ടും വയ്യ കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നിന്നിട്ട് പോലും അമ്മയ്ക്ക് വയ്യ, കാലിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമ്മ പറഞ്ഞ് വാങ്ങുന്നെങ്കിൽ വാങ്ങുക, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ. മന്തിയാകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും, ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാനും ഉണ്ടാവും. ചിക്കനും എല്ലാ കാര്യങ്ങളും ഒക്കെ നല്ലപോലെ ഉണ്ടാവും. എല്ലാവർക്കും മന്തി ഇഷ്ടമാണ്. മന്തി എന്ന് പറഞ്ഞ് കേട്ടപ്പോഴേ വേദയ്ക്ക് പിന്നെ മന്തി ആ മന്തി മതി, ഇനി അതിലൊന്നുമില്ല, മന്തി മതി എന്ന് പറഞ്ഞ് വേദ അങ്ങ് കൺഫേം ചെയ്തിട്ടോ. പിന്നെ അതുകൊണ്ട് പിന്നെ എന്നിട്ടും അമ്മ പറഞ്ഞു വേണമെങ്കിൽ വയ്ക്കാം. എന്നിട്ട് അമ്മ തന്നെ പറയണു വാങ്ങിച്ചിരുന്നെങ്കിലും കൊള്ളായിരുന്നു, എനിക്ക് ഒട്ടും വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല വാങ്ങിക്ക് എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. പിന്നെ പായസം വെച്ചു കേട്ടോ. അമ്മ പായസം വെച്ചു, സേമിയ പായസം വെച്ചു. അപ്പോൾ ചീമ പറഞ്ഞ് പായസം കൂടി ഇനിയിപ്പോൾ കിടന്ന് വയ്ക്കണ്ട, അതുകൂടെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കേൾക്കില്ല ഞാൻ തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വെച്ചു കേട്ടോ. അമ്മയാണെങ്കിൽ എത്ര പേർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ കൊടുത്ത്, പണ്ടൊക്കെ നിറയെ ഉണ്ടാക്കി ഇങ്ങനെ നമ്മൾ വാങ്ങിക്കലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എത്ര പേര് വന്നാലും അമ്മ തന്നെ കുക്ക് ചെയ്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും വിളമ്പാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം അമ്മയ്ക്ക് കാലിന് വയ്യായിക ഉള്ളതുകൊണ്ട് ഇപ്പം അമ്മയ്ക്ക് വയ്ക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേ, ഒരുപാട് പേരൊക്കെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോഴേ കാലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായോ, ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളൊരു പാടാണ്. ഇപ്രാവശ്യം ഞാൻ ബിരിയാണി എങ്ങനെ വച്ചാണ് കേട്ടോ. പിന്നെ ഞാനും രാവിലെ കണ്ടില്ലേ ഫോട്ടോസ് എടുക്കാനും അതിനും ഇതിനൊക്കെ പോയതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു എന്നെ ബിരിയാണി വയ്ക്കാൻ വിളിക്കണ്ട, ഞാൻ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അതും പിന്നെ പാടല്ലേ. അതുകൊണ്ട് ഞാനും ഇല്ലായിരുന്നു, അമ്മയും വയ്യാത്തത് കൊണ്ടാണ് പിന്നെ മന്തി വാങ്ങിയത്. അമ്മ ഇന്നലെ മുതൽ ഡിപ്രഷൻ കേട്ടോ. ഇന്നലെ മുതൽ മിണ്ടാട്ടമില്ല, പറച്ചിലില്ല, വയ്യാത്ത പോലെ അങ്ങനെ ഒരു ഇരിപ്പ്. കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിൻ്റെ സങ്കടമാവും. എന്തൊക്കെ പറഞ്ഞാലും ജനിച്ചിടം മുതൽ ഹോസ്പിറ്റലിൽ മുതൽ അമ്മ നിൽക്കുകയാണ് കേട്ടോ. ഒരു ദിവസം പോലും അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് നിൽക്കുക. 2-3 ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടും ഉറക്കം പോലും ഇല്ലാണ്ട്, ചീമ കിടന്നുറങ്ങിയാലും അമ്മ ഉറങ്ങാണ്ട് അവളെ നോക്കിക്കൊണ്ടിരുന്നതാട്ടോ. അത്രയ്ക്ക് അതിപ്പോൾ എല്ലാ അമ്മൂമ്മമാരും കൊച്ചുമക്കളോട് അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ പറയാണ് എന്നാലും എടുത്ത്. അപ്പോൾ ഇങ്ങനെ 3.5 മാസം അവളുടെ കാര്യം അത്രയും നോക്കി. ചീമ സത്യമായിട്ട് പാല് കൊടുക്കാൻ മാത്രമാണ് അവൾ എടുക്കുന്നതും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമെങ്കിലും ചീമയെക്കാട്ടി കൂടുതൽ അമ്മയാണ് കുഞ്ഞിനെ എടുക്കുന്നതും പിടിക്കുന്നതും എല്ലാം. അപ്പോൾ അവൾ പോകുന്നതിൻ്റെ വിഷമം അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കൊടുത്ത വള 3.5 മാസമായി കുഞ്ഞിക്ക്, ഇപ്പോഴാണ് കറക്റ്റായത് കേട്ടോ. പിന്നെ കരിവളയൊക്കെ ഇപ്പോഴാണ് ഇടാൻ പാകമായത്. അങ്ങനെ കരിവളയും ഒക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട്, മാലയൊന്നും ഇട്ട് കൊടുക്കാറില്ല, കാരണം കഴുത്തിലൊക്കെ കുടുങ്ങി ഇങ്ങനെ ഇറുകി തുടങ്ങിയാലേ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് മാലയൊന്നും എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം, ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യമൊക്കെ വരുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ പറഞ്ഞു വന്നത് എന്താണ്, അങ്ങനെ അമ്മ ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ ചീമ പറയും കുഴപ്പമില്ല, ഞാൻ എപ്പോഴും വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വരാം, വിഷമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര വിഷമം. നമുക്കും അമ്മ വിഷമിച്ചിരിക്കണം കാണുമ്പോൾ നമുക്കും ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്. പക്ഷെ അതാണ് എനിക്ക് മനസ്സിലാവാത്തതാണ് കേട്ടോ. നമ്മൾ തൊട്ടടുത്ത് തന്നെ കുഞ്ഞുണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓടിപ്പോയി കാണാമെങ്കിലും നമ്മളെ വീട്ടിൽ നിന്ന്, ഇപ്പോൾ ഞാൻ തിരുമല വീട്ടിലാണ്, അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ വല്ലപ്പോഴും കാണുന്നുള്ളൂ, എങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു വിഷമം. നമ്മുടെ വീട്ടിൽ നിന്ന് അവളെ കൊണ്ടുപോകുന്നു, ഇപ്പോൾ വേണമെങ്കിലും വരാം, എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം, നമുക്ക് പോവാം. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിങ്സ് ആട്ടോ.
ഞാനങ്ങനെ അമ്മയോട് പറയായിരുന്നു, ഇതൊക്കെ എന്തൊരു സിസ്റ്റമാണ് അല്ലേ, ഇങ്ങനെ ഒരു 3.5 മാസം അവിടെ നിന്ന് പിന്നെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഉള്ള വിഷമം, പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ വിളിച്ചുകൊണ്ട് പോകും, ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങ് വേണ്ടായിരുന്നു. പണ്ട് മുതലേ ഉള്ളൊരു രീതികളാണ് ഇതൊക്കെ നമ്മളിനി എത്ര വേണ്ടെന്ന് വെച്ചാലും നമ്മൾ അത് ചെയ്തു പോകും ഓട്ടോമാറ്റിക്കലി. നമ്മുടെ അതിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം അതിൻ്റേതായ രീതിക്ക് ചെറിയ രീതിയിലായാലും ചെയ്യും. അപ്പോൾ പണ്ട് മുതലേ ഇങ്ങനെ കൊച്ചിൻ്റെ കാര്യം നോക്കിയിട്ട് ഒരു സുപ്രഭാതത്തിൽ വിളിച്ചുകൊണ്ട് പോവുക. പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കോമൺ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കേട്ടോ, അതിനെക്കാട്ടി പ്രസവിച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അങ്ങ് പോട്ടെ, പോയിട്ട് വീണ്ടും വരാമല്ലോ. അപ്പോൾ അത്രയും അറ്റാച്ച്മെൻറ്റ് ഈ കുട്ടിയായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാവത്തില്ല. ഇത് അത്രയും അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ട് പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ, അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ഭയങ്കര ലോല ഹൃദയമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ലോല ഹൃദയം ഉള്ളവർക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. എനിക്കത് ഇപ്പോഴാട്ടോ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ്, പ്രസവം കഴിഞ്ഞ് ഒരു 1-2 മാസം ഇങ്ങനെയൊക്കെ നിൽക്കുന്നതിനെക്കാട്ടി ഒരാഴ്ചയൊക്കെ കുട്ടിക്കൊരു റെസ്റ്റൊക്കെ കൊടുത്ത ശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി ഒരാഴ്ചയൊക്കെ നിന്ന് അവിടെ ഇവിടെയൊക്കെ മാറിയൊക്കെ നിന്നാൽ അത്രയും അറ്റാച്ച്മെൻറ്റ് കുട്ടിയോട് തോന്നില്ല. ഇത് ഒരേ കണക്കിന് 3.5 മാസം എടുത്ത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലിങ്സ് ആട്ടോ. ഞാൻ ഇതുപോലെ കുഞ്ഞെ കൊണ്ട് പോകണം, അമ്മ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞ് ആദ്യം വീഡിയോ ഇട്ടപ്പോഴും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നത് ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്, എൻ്റെ അമ്മ ഇതുപോലെ ആയിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അമ്മയെ മാത്രമല്ല പറഞ്ഞത്, എല്ലാവരുടെ കാര്യം, കോമൺ ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ എനിക്കായാലും വേദയുടെ കാര്യം വരുമ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരിക്കും. ഇതിപ്പോൾ നമുക്ക് തൊട്ടടുത്തെന്നെങ്കിലും പറയാൻ കേട്ടോ, ഇവിടെ നെട്ടേന്ന് ഒരു 10 മിനിറ്റ് മതി സച്ചിൻ്റെ അവിടെ പോകാനായിട്ട്. എനിക്കാണെങ്കിൽ ഒരു മിനിറ്റ് മതി ചീമയുടെ അവിടെ പോകാനായിട്ട്. പക്ഷേ എങ്കിലും നമുക്ക് പറ്റില്ല അത്. അപ്പോൾ ഇത്രയും ദൂരമുള്ളവരൊക്കെ എങ്ങനെ കുഞ്ഞിനെ കാണാതിരിക്കുമല്ലേ. അതുപോലെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴും നമുക്ക് തൊട്ടടുത്താണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞ് അവിടെ ഒരു കരച്ചിലും ബഹളവും, അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അല്ലല്ലോ, കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ നമുക്കത് അത്രയും ഹേർട്ട് ചെയ്യും കേട്ടോ. അമ്മ കരങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും കരങ്ങും. സത്യമായിട്ടും അച്ഛനും ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയല്ല നല്ല വിഷമമുണ്ട്. ചെറുതായിട്ട് കണ്ണീരൊക്കെ വന്നെന്ന് വേദ പറയുന്ന കേട്ടു. വേദയ്ക്കും ഭയങ്കര മിണ്ടാട്ടവും പറച്ചിലൊന്നുമില്ല. മെനിങ്ങാന്ന് വെള്ളിയാഴ്ച മുതൽ എന്നോട് കുഞ്ഞിയെ കൊണ്ടുപോകണമോ, കുഞ്ഞിയെ കൊണ്ട്, ഞാൻ പറഞ്ഞ ചെയ്യുമ്പോൾ നമുക്കിവിടെ അടുത്തുണ്ടല്ലോ, എന്നും വൈകുന്നേരം നമുക്ക് കുഞ്ഞിയെ പോയി കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ്, എങ്കിലും വേണ്ട കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് വേദയ്ക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇരുന്ന് കുഞ്ഞിയെ കളിപ്പിക്കും പോലെ ചീമയുടെ അവിടെ ചെന്നുള്ള ഫ്രീഡം അവൾക്ക് കിട്ടില്ലല്ലോ. അങ്കിളും ആൻറ്റിയും മീനാക്ഷിയും ചിത്തുമൊക്കെ ഉള്ളപ്പോൾ അതുപോലെ നമ്മുടെ വീട്ടിൽ കളിപ്പിക്കുന്ന ഒരു ഫ്രീഡം കിട്ടില്ല. അതൊക്കെ കൊണ്ടാവും വേദ കുഞ്ഞിയെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞൊരു പിണക്കമായിരുന്നു. ഇന്നിപ്പോൾ ആൾക്ക് വലിയ മിണ്ടാട്ടമൊന്നുമില്ല കേട്ടോ വേദയ്ക്ക്. വേദ ഭയങ്കര സെറ്റപ്പിലൊക്കെ റെഡിയായി നിൽക്കുകയാണേ. അപ്പോൾ ഇനി എന്തായാലും പോകാനുള്ള സമയമായി, ഇറങ്ങി 2:15 മണിയോ ഒക്കെ ആയി കേട്ടോ. അപ്പോൾ കുഞ്ഞിയെ എൻ്റെ അമ്മ സച്ചിൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ. ആൻറ്റിയുടെ കൊടുക്കുമ്പോൾ സച്ചിൻ ഗിഫ്റ്റായിട്ട് അമ്മയ്ക്ക് സാരി കൊടുക്കും. അതാണ് ചടങ്ങ്. അപ്പോൾ ഇനി ആൻറ്റി കുഞ്ഞിയും കൊണ്ട് പോവും. ആൻറ്റിയും ചീമയും സച്ചിനും ഒക്കെ പോവും. കൊണ്ടാക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടി പോവുകയാണേ. ഇപ്പോഴമ്മ കരങ്ങില്ലാന്ന് തോന്നുന്നു. പക്ഷേ അവിടെ വീട്ടിലൊക്കെ പോയിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ടും 100 വട്ടം കൊച്ചിനെ വീഡിയോ കോൾ വിളിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ കുഞ്ഞിയെ ആൻറ്റിയുടെ കയ്യിൽ കൊടുത്തു. കുഞ്ഞ് ഭയങ്കരമായിട്ട് ഉറക്കം വന്നിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഉറങ്ങാത്ത ആളാണ്, ഇന്ന് ഭയങ്കരമായിട്ട് ഉറക്കം വന്നിരിക്കുകയാണ്. അപ്പോൾ സാരി ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. നമ്മളെ പുളിയലക്കര സെറ്റ് മുണ്ടാണ് ഇന്നലെ ചീമ എൻ്റെ നിന്ന് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ പ്യുവർ വൈറ്റായിട്ട് കൊടുത്തുകൂടാ, അതുകൊണ്ട് കളർ കർച്ചീഫ് എന്തോ വാങ്ങിച്ച് അതിൽ കൂടെ ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ കർച്ചീഫ് കൂടെ വച്ചിട്ടാണ് അങ്ങനെ വൈറ്റായിട്ട് കൊടുത്തുകൂടാന്ന് പറഞ്ഞതുകൊണ്ട് കളർ കർച്ചീഫൊക്കെ വാങ്ങിച്ച കവറിൽ ഇട്ടിട്ടാണ് അങ്ങനെയാണ് കൊടുത്തത് കേട്ടോ. അങ്ങനെ അതേ കൊച്ചിനെയും കൊണ്ട് ഇറങ്ങി. മിക്കവാറും ചീമയെ അമ്മ വൈകുന്നേരം വിളിച്ച് വരുത്തും കേട്ടോ. അമ്മാതിരി വിളിയായിരുന്നു. ഞാനിപ്പോൾ വൈകിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ കയറിയതേ. വന്നിട്ടൊരു 100 വട്ടം ചീമയും അമ്മയെ വേദയും കൂടി കുഞ്ഞിയെ വിളിക്കുന്നത് കണ്ടു വീഡിയോ കോള്. കുഞ്ഞ് ഉറക്കവാ എന്നൊക്കെ പറഞ്ഞ് ചീമയെ വിളിക്കുന്നുണ്ട്, സച്ചിനെ വിളിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, മിക്കവാറും ഈ പോവുകയാണെങ്കിൽ ചീമയും സച്ചിനും കൂടി വൈകിട്ട് കൊച്ചിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പോവുമായിരിക്കും. ഞാനൊരു നിഗമനം പറഞ്ഞതാണ് കേട്ടോ. അങ്കിളും ആൻറ്റിയൊക്കെ മീനാക്ഷിയും ജിത്തും സച്ചിനൊക്കെ ഇത്രയും ദിവസം കൊച്ചിനെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക, അതൊരു വല്ലാത്ത ഫീലിംഗ് അല്ലേ. അവരും കൊച്ചായിട്ട് കൊച്ചിനെ കളിപ്പിക്കാൻ പറ്റാതെ 3 മാസത്തിന് ശേഷം കൊണ്ടുപോകുന്നത് ഒരു വല്ലാത്തൊരു വിഷമമുള്ള കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രസവിച്ച് ഒരാഴ്ച ഇപ്പം നമ്മളെ വീട്ടിൽ നിൽക്കാം, നമ്മുടെ അമ്മയുടെ കെയർ ആ പ്രസവിക്കുന്ന കുട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരാഴ്ച നിൽക്കുക. ഒരാഴ്ച കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി 2 ദിവസം നിൽക്കുക, 2 ദിവസം നിന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വരാം, ഇവിടെ നിന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോവാം. അപ്പോൾ അവിടുത്തെവർക്കും വിഷമം ഉണ്ടാവില്ല, ഇവിടുത്തെവർക്കും വിഷമം ഉണ്ടാവില്ല. ഇതൊരു മാതിരി എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിലാവുമ്പോൾ കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും വിഷമം. അവർക്കാണെങ്കിൽ കൊച്ചായിട്ടൊന്നും കളിപ്പിക്കാൻ പോലും കിട്ടത്തില്ല. കൊച്ചിലെ മീൻസ് ജനിക്കുമ്പോഴൊക്കെ കുഞ്ഞു
കുഞ്ഞായിട്ടിരിക്കുമ്പോൾ എന്ത് രസമല്ലേ. ആ ക്യൂട്ട്നെസ് നമ്മളിനി എത്ര ഇതായാലും കിട്ടത്തില്ലല്ലേ. കുഞ്ഞ് എലിക്കുഞ്ഞിൻ്റെ അത്രയേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അവർക്കപ്പം ഒന്നും എടുക്കാനോ വരുമ്പോൾ ഒന്നും എടുക്കാനോ കാണാനോ കിട്ടുന്നതല്ലേ, അല്ലാതെ കിട്ടത്തില്ലല്ലോ. എന്തായാലും 3 മാസം വളരെ പെട്ടെന്ന് പോയിട്ടോ, വളരെ പെട്ടെന്ന്. സത്യം എത്ര പെട്ടെന്ന് കുഞ്ഞ് ജനിക്കുന്നു. അവളുടെ മുഖമൊക്കെ മാറി തുടങ്ങിയില്ലേ. ഞാൻ എപ്പോഴും ആലോചിക്കും, ജനിക്കുമ്പോൾ ഇപ്പോൾ വേദക്കായാലും ഇങ്ങനെ ജനിക്കുമ്പോൾ ഉള്ള മുഖമല്ലല്ലോ, വളരെ പെട്ടെന്ന് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ കുഞ്ഞിയുടെ മുഖമൊക്കെ അങ്ങ് മാറി തുടങ്ങി. അങ്ങനെ ദേ എൻ്റെ കുഞ്ഞു പെണ്ണിനെ ചീമയുടെ വീട്ടിൽ, സച്ചിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴൊക്കെ ചിരിച്ചുകൊണ്ടുവന്നു. പിന്നെ സച്ചിൻ്റെ വീട്ടിൽ പോയിട്ട് കരച്ചിലായിരുന്നു. അപ്പോൾ അമ്മ കൂടി ആ കാറിൽ കൊണ്ടാക്കാൻ പോകുന്നതല്ലേ, അപ്പോൾ അമ്മ കൂടി ആ കാറിൽ കയറണം. അങ്ങനെ അമ്മയും കൂടി ആ കാറിലേക്ക് കയറി. ഞങ്ങൾ പുറകെ നമ്മുടെ വണ്ടിയിൽ ഞാനും അച്ഛനും വേദയും കൂടി പോയി. ഏട്ടനും ഉണ്ട് കേട്ടോ. ഏട്ടൻ ബിഹൈൻഡ് ദ ക്യാമറയാണ്. ഏട്ടൻ അല്ലാതെ സ്കൂട്ടറിൽ വന്നു. പിന്നെ അവർ വന്ന കാറിൽ ജിത്തുവും മീനാക്ഷിയും അങ്കിളും കൂടി ആ കാറിൽ വന്നു കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ആദ്യം പറഞ്ഞു, ഞാൻ കൊച്ചിനെ കൊണ്ടാക്കാൻ ഞാൻ വരില്ല, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് ഭയങ്കര തർക്കമായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആര് വന്നില്ലെങ്കിൽ ഞാനും വേദയും കൊണ്ടാക്കാനായിട്ട് പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു, എന്തായാലും ഇത്രയല്ലേ ഉള്ളൂ, നമുക്ക് അവരെ കൊണ്ടുവന്ന് ആക്കിയിട്ട് വരാം, വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പോയി ജസ്റ്റ് കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ അമ്മ വരാമെന്ന് സമ്മതിച്ചത് കേട്ടോ. ചീമെന്ന് നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ടല്ലോ. ഇന്നലെ ട്രെൻഡ്സിൽ നിന്ന് എടുത്ത ചുരിദാറാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ചുരിദാർ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സാരി ഗമയൊക്കെ നോക്കി കിട്ടിയില്ല, ഓൺലൈൻ എന്തൊക്കെയോ നോക്കി അതും കിട്ടിയില്ല. അങ്ങനെയാണ് അവസാനം ലാസ്റ്റ് മൊമെൻറ്റിൽ ചെന്ന് എടുത്ത ഒരു സാധനമാണ്. സത്യം പറഞ്ഞപ്പോൾ ആ ട്രെൻഡ്സിലും മാക്സിലൊന്നും ഒരു സാധനം നല്ലതില്ല കേട്ടോ. ഒരു സാധനം എല്ലാം കൂറ സാധനങ്ങൾ, ഒന്നും നോക്കിയെടുക്കും നടയുമ്പോട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കൂറ സാധനമാണ് ചീമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് വേറെ കാര്യം. അപ്പോഴേക്കും സച്ചിൻ്റെ റിലേറ്റീവ്സും നെയ്ബേഴ്സും ആയ ചേച്ചിമാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. നമ്മളെ വീഡിയോസൊക്കെ സ്ഥിരം കാണാറുണ്ട്, വീഡിയോസിലൂടെ എല്ലാം കാണാറുണ്ട്. ഇന്ന് കുഞ്ഞിയെ വിളിച്ചുകൊണ്ട് വരുന്ന ദിവസം അല്ലേ എന്നൊക്കെ ചോദിച്ച് അവരാദ്യമായിട്ട് കുഞ്ഞിയെ കാണുക കേട്ടോ. അപ്പോൾ ഈ നാട്ടിലുള്ളവരും ഒക്കെ ഇപ്പോഴല്ലേ കുഞ്ഞിയെ കാണുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസ് വഴി സത്യം പറയാമല്ലോ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, നമ്മളെല്ലാവരും പരിചയമുള്ളവരുണ്ടെന്ന്. അതാ നമ്മുടെ കിഷോറേട്ടൻ പറഞ്ഞത്, ഇനി നിൻ്റെ വീട്ടിലെ സർവേ കല്ല് മാത്രമേ കാണാനുള്ളൂ, കുഞ്ഞമ്മ, കൊച്ചൻ, ചിറ്റപ്പൻ, ചെറിയമ്മ എന്ന് വേണ്ട എല്ലാവരും നിൻ്റെ വീഡിയോയിലുണ്ടല്ലോ, തുറന്നാൽ നീ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെയാണ് കിഷോറേട്ടൻ ചോദിച്ചത് കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ റിലേറ്റീവ്സിനെയും നെയ്ബേഴ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഒക്കെ അറിയുമ്പോൾ ശ്രീകുട്ടിയുടെ വീടിൻ്റെ അടുത്തല്ലേ, ശ്രീകുട്ടിയുടെ ബന്ധുവല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് മിനി ആൻറ്റി എപ്പോഴും പറയാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ശ്രീകുട്ടിയുടെ വീഡിയോയിൽ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയുമെന്ന്. അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണേ. ഞാൻ സീരിയൽ വർക്ക് ചെയ്താൽ എന്നെ മാത്രമല്ലേ അറിയത്തുള്ളൂ, എൻ്റെ അച്ഛനെയോ എൻ്റെ അമ്മയോ എൻ്റെ അനിയത്തിയൊന്നും വേറെ ആർക്കും അറിയത്തില്ലല്ലോ, അതിനകത്തുള്ളവർക്കല്ലേ അറിയാവൂ. പക്ഷെ ഇപ്പം ഞാൻ യൂട്യൂബിൽ ഇതായതിനു ശേഷം നമ്മളിപ്പോൾ യൂട്യൂബിൽ എൻ്റെ ഫാമിലി എല്ലാവരെയും, റിലേറ്റീവ്സ് ആയാലും നെയ്ബേഴ്സിനായാലും എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്, അറിയിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യം കേട്ടോ. അപ്പോൾ ദേ കുഞ്ഞു പെണ്ണ് അവളുടെ അച്ഛൻ്റെ വീട്ടിൽ ദേ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ സച്ചിൻ്റെ വീട്ടിലെന്ന് പറയുന്നതിനെ കാട്ടിയും അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും ശരിയല്ലേ. അങ്ങനെ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നു. അച്ഛമ്മ അതേ ആരതിയെല്ലാം ഒഴിഞ്ഞ് കൊച്ചിനകത്തേക്ക് കയറ്റുകയാണ്. മീനാക്ഷി കൊച്ചിൻ്റെ കുഞ്ഞമ്മ, ജിത്തു കൊച്ചിച്ചൻ, അച്ചാച്ചൻ, അങ്കിള്, പിന്നെ കുഞ്ഞിക്ക് അമ്മയും അച്ചിയും. വേദ അച്ഛനും അച്ചിയും തന്നെയാണ് വിളിക്കുന്നത്, ഞങ്ങളൊക്കെ അച്ചി എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് വേദയ്ക്ക് അച്ചിയാണ്, കുഞ്ഞിക്കും അച്ചിയായിരിക്കും. എൻ്റെ അമ്മ മമ്മി എന്നാണ് വേദ വിളിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ചക്ക എന്നൊക്കെ വിളിക്കും കേട്ടോ, നമ്മൾ വിളിക്കുന്നത് കേട്ടിട്ട് ചക്ക എന്നൊക്കെ വിളിക്കും. മമ്മി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കുഞ്ഞിക്കും മമ്മി തന്നെയാണേ. കുഞ്ഞിക്ക് സച്ചിൻ്റെ അച്ഛനും അമ്മയും, അച്ചാച്ചനും അച്ചമ്മയും കുഞ്ഞമ്മയും കൊച്ചിച്ചനുമാണ്. ഞാൻ വല്യമ്മയല്ല കേട്ടോ, എന്നെ ഉമ്മണി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ ഷോർട്ടാക്കി ഉമ്മൂന്നുങ്ങാനും ആക്കാൻ പറഞ്ഞു. ഉമ്മും കിണുങ്ങനും വല്യച്ഛനും, ഇത്രയും പേരാണ് ഉള്ളത്. നമ്മൾ വന്നപ്പോഴേക്കും എന്തേ വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വെൽക്കം പ്രിൻസസ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞെ വെൽക്കം ചെയ്യാനായിട്ട് സച്ചിനും ടീമും ഒക്കെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവളുടെ അച്ഛൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരുക്കങ്ങളാട്ടോ. എന്നിട്ട് നമ്മൾ സച്ചിൻ്റെ അവരുടെ റൂമിലേക്ക് പോയി. റൂമിലും ഭയങ്കര ഗംഭീരമല്ല, ചെറിയൊരു രീതിയിൽ കുറച്ച് ബലൂൺസൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ആ സെറ്റിങ്സ് കൂടെ കണ്ട് കൊച്ചിനെ കൊണ്ടുവന്ന് ആദ്യമായിട്ട് അവിടെ ഒന്ന് കിടത്തിയിട്ട് വരാമെന്ന് കരുതിയിട്ട് നമ്മൾ സച്ചിൻ്റെ ആ റൂമിലേക്ക് പോവുകയാണ്. സച്ചിൻ്റെ റൂമും മുകളിലാട്ടോ.
അവളുടെ റൂം. ഇനി കുഞ്ഞിയുടെ റൂമാണത്. പിന്നെ എപ്പോഴും നമുക്ക് മുകളിൽ കിടത്തിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാവരും താഴെ ഇരിക്കുമ്പോൾ നമുക്ക് കൊച്ചിനെ താഴെയല്ലേ കിടത്താൻ പറ്റത്തുള്ളൂ. അപ്പം രാത്രിയൊക്കെ അവിടെ പോയി കിടക്കാം. അല്ലാതെ പകൽ സമയങ്ങളിൽ നമുക്ക് കൊച്ചിനെ അവളുടെ റൂമിലേ കിടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവളുടെ റൂം സച്ചിൻ കുറച്ച് ബലൂൺസൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് പോവുകയാണ്. എന്തായാലും എൻ്റെ പൊന്നുകുട്ടി അങ്ങ് അച്ഛൻ്റെ വീട്ടിൽ പോയി. ഇനി നമ്മുടെ വീട്ടിലെങ്കിലും വന്ന് ഇങ്ങനെ നിൽക്കില്ലല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് വല്ലപ്പോഴൊക്കെ വന്ന് നിന്നിട്ട് പോകത്തല്ലേ ഉള്ളൂ. അങ്ങനെ സച്ചിൻ അടുക്കി പിറക്കി വൃത്തിയാക്കി ഇട്ടിരിക്കുക കേട്ടോ. ചീമ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വരുമ്പോൾ എൻ്റെ റൂം എങ്ങനെയാണോ ഞാൻ ഇട്ടിട്ട് പോയത് അതുപോലെ തിരിച്ച് കിടക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പോയത് കേട്ടോ. സച്ചിൻ അത് അനുസരണയോടെ പാലിച്ചിരിക്കുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് റൂം ഇട്ടിട്ടുണ്ട്. ചീമ ഭയങ്കര അടുക്കും ചിട്ടയുടെ ആളാണ് കേട്ടോ, ഭയങ്കര അടുക്കും ചിട്ടയാണ്. പിന്നെ ചീമയ്ക്ക് ഒരു പൊടി ഇരുന്നാൽ മതി, അന്ന് തുമ്മലായിരിക്കും, ചെറിയ അലർജിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞു പെണ്ണിനെ കുഞ്ഞിയുടെ റൂമിൽ കിടത്തി. അപ്പോഴേക്കും സുഖം ഉറക്കമായിരുന്ന ആൾ എഴുന്നേറ്റ് കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞിയെ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കിടത്താനായിട്ട് വന്നതല്ലേ, എടുത്തിട്ട് താഴെ കൊണ്ടുവന്ന് അവളുടെ മാറ്റെല്ലാം വിരിച്ച്. അപ്പം കുറേ ബിലോങ്സ് നമ്മുടെ നെട്ടയത്തും ഉണ്ട്, കുറേ സാധനങ്ങൾ ഇവിടെയും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് വരുമ്പോൾ എല്ലാം വാരിക്കെട്ടി അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും ഇങ്ങോട്ട് വാരിക്കെട്ടി വരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെയും കുറച്ച് സാധനങ്ങൾ അവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ അവളുടെ ഔട്ട്ഫിറ്റൊക്കെ മാറ്റി അവളൊന്ന് ഫ്രീ ബേർഡാക്കി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഡയപ്പറൊന്നും വെക്കാറില്ല. അപ്പോൾ ഡയപ്പർ വെച്ചിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ വീട്ടിൽ വന്ന പാടെ തന്നെ ഡയപ്പർ റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് ക്ലോത്ത് എല്ലാം വെച്ചു. അത് കഴിഞ്ഞിട്ട് അവൾക്കുള്ള കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. മറ്റേത് ഫുൾ സ്ലീവിൽ വരുന്നൊരു, അയ്യോ എൻ്റെ പേര് ഞാൻ മറന്നു, ആ സാധനമായിരുന്നു. അതിനെയൊക്കെ മാറ്റിയിട്ട് അവളെ ഫ്രീ ആയിട്ടിട്ട് കേട്ടോ. അവൾക്ക് രാവിലെയൊന്നും ഒട്ടും ഉറക്കമില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്തോ അല്ലെങ്കിൽ ഉറങ്ങാത്തവൾ ഇന്ന് കുറച്ച് ഉറങ്ങി. പക്ഷെ കറക്റ്റ് ഇവിടെ വന്ന് ആ ബെഡിൽ കിടത്തിയത് അവൾ ഉണർന്നു കേട്ടോ. ഈ കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളും തിളക്കങ്ങളും മിനുക്കൊക്കെ കണ്ടപ്പോൾ അവൾ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ പുതിയ വീട്ടിൽ വന്നതിൻ്റെ ഒരു അതിശയം ഉണ്ടെന്ന് തോന്നുന്നു. അമ്മ പറയാണ്, എൻ്റെ ശബ്ദം കേൾക്കാതെ കൊച്ചു കിടക്കുമോ എന്തോ, 3.5 മാസം ഞങ്ങളെ ബഹളം കേട്ടല്ലേ വളർന്നത്, ഇന്നിപ്പോൾ ആ ശബ്ദമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ കിടന്ന് ഉറങ്ങുമോ എന്തോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൊച്ചിനെ നമ്മൾ വീട്ടിലാക്കി. ആൻറ്റി ജ്യൂസൊക്കെ തന്നു. ജ്യൂസും കട്ട്ലറ്റും ചിപ്സും ഒക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് മന്തി കഴിച്ചിട്ട് പായസമൊക്കെ കുടിച്ചിട്ട് വന്നത് കൊണ്ട് വലിയ പോളിങ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ചിപ്സ് ഞാൻ മാത്രം കഴിച്ചു. അപ്പോൾ ചീമ കണ്ടിട്ട് നീ ഇതെന്തോന്ന് കയറ്റണത്, ഞാൻ പറഞ്ഞു ചിപ്സ് ഇരുന്നത് ആൻറ്റിക്ക് വിഷമാവണ്ടെന്ന് കരുതി കഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ചിപ്സ് മാത്രം കഴിച്ചു, കട്ട്ലറ്റൊന്നും കഴിച്ചില്ല. ജ്യൂസും കുടിച്ചു. ജ്യൂസ് എനിക്ക് ദാഹിച്ച് വരുമായിരുന്നു. ജ്യൂസ് കിട്ടിയപ്പോൾ മായായിരുന്നു എന്ന് തോന്നുന്നു. കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷവും സമാധാനവും കിട്ടി കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നുള്ളൂ, ഒരുപാട് സമയം ഇരുന്നില്ല. ഞാൻ പോകാമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്നും പറയാതെ നേരെ വന്ന് കുഞ്ഞെടുത്ത് അങ്ങോട്ട് കരച്ചിലും തുടങ്ങി കേട്ടോ. കരച്ചിലും തുടങ്ങി. കൊച്ചിനെ കൊണ്ടുവന്ന് ചീമയുടെ കയ്യിലും കൊടുത്തിട്ട് ഒന്നും പറയാതെ അമ്മ ഇറങ്ങി അങ്ങ് പോകുന്നതുണ്ട്. അമ്മയ്ക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പ് ഓർക്കുന്നില്ല, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി, സങ്കടം സഹിക്കാൻ വയ്യാതെ. അങ്ങനെ കരഞ്ഞ് വിളിച്ച് അമ്മ കൊച്ചിനെയും കൈ കൊടുത്തിട്ട് ഒരിറക്കൽ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഭയങ്കര വിഷമമായിട്ട് അങ്ങനെ കരഞ്ഞു പോണു. അപ്പം ഞാനിവിടെ നിന്നുകൊണ്ട് കളിയാക്കി, മണ്ടനും പോയി പൊട്ടനും പോയി, പൊട്ട് കിട്ടി എലേസാന്ന് പറഞ്ഞിട്ട് പഞ്ചാബി ഹൗസിലൊരു സീനില്ലേ, അതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചുമ്മാ കളി പറഞ്ഞ് ചിരിച്ചേട്ടോ. പക്ഷെ അമ്മ അവിടെ ഭയങ്കര സീരിയസ് ആയിരുന്നു. ആ കരച്ചിലുണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടമായി. അച്ചിയും അകത്തു നിന്ന് ചെറിയ രീതിയിലൊക്കെ കരഞ്ഞത് വേദ പറയുന്ന കേട്ടോ, ഞാൻ കണ്ടില്ല. അച്ഛനോട് ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അതെല്ലാവരും കൂടെ കരയണ കാണുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ തോന്നും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ അവളുടെ അച്ഛൻ്റെ വീട്ടിൽ പോകണ്ടേ അല്ലേ. അതുകൊണ്ട് എന്താണ് എനിക്ക് സത്യം വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ വിഷമം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഏറ്റവും വിഷമമായത് അവളെ ലാസ്റ്റ് ചീമ കൊണ്ടുവന്ന് ഇങ്ങനെ വച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഭയങ്കരമായിട്ട് വിഷമമായ കേട്ടോ. അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര വല്ലാണ്ട് വിഷമം തോന്നി. എന്തായാലും കുഞ്ഞിയുടെ അച്ഛൻ്റെ വീട്ടിലാക്കിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ടാറ്റാ.